മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന എന്റെ ഈ ഒരു സ്വപ്നം പ്രൊഫഷനാക്കി ഞാൻ ചൂസ് ചെയ്തപ്പോൾ വളരെയധികം നെഗറ്റീവ്സ് ആണ് എന്റെ ചുറ്റിനുള്ളവരടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. പാർട്ട് ടൈം ജോബ് ചെയ്ത് അതിൽ നിന്നുള്ള പൈസയ്ക്ക് പഠിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. തുടക്കത്തിൽ എന്റെ പേരൻസിന്റെ ഹെൽപ്പും ബാലൻസ് പാർട്ട് ടൈം ജോബും ചെയ്ത് ആ ഫീസ് ഞാൻ അടച്ചു തീർത്തു. കൂട്ടത്തിൽ എല്ലാവരെക്കാൾ മുമ്പ് എനിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് പ്രൊഡക്ട്സ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെറിയൊരു ലോണും പാർട്ട് ടൈം ജോബ് ചെയ്തുള്ള സേവിങ്സും ഒക്കെ കൂടിയിട്ട് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ബ്രാൻഡ് പ്രൊഡക്ട്സ് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തു. ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയതിനു ശേഷവും എൻക്വയറിക്ക് വരുന്ന ആളുകൾ റേറ്റ് ഇറങ്ങിയതിനു ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഇത്രയും റേറ്റ്, ബാക്കിയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനൊന്നും ഇത്ര റേറ്റ് ഇല്ലല്ലോ, 2000-3000 രൂപയ്ക്ക് എന്തിന് 1000 രൂപയ്ക്ക് വരെ മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്കറിയാം എന്നാണ് കുറച്ച് ആളുകൾ DM-ൽ വന്ന് പറയാറുള്ളത്. അതിൽ കൂടുതൽ നമ്മുടെ ബ്രൈഡൽ പാക്കേജ് ഓക്കെ ആവുന്നവരും ഉണ്ട് കേട്ടോ. കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഒരു പാക്കേജ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തോളൂ, എന്നെ ചൂസ് ചെയ്യണ്ട. എന്റെ മേക്കപ്പും എന്റെ പ്രൊഡക്ട്സും ക്വാളിറ്റി ഉള്ളതാണ്. ക്വാളിറ്റി കുറഞ്ഞാൽ വിലയും കുറയും, ക്വാളിറ്റി കൂടിയ വിലയും കൂടും. പിന്നെ എല്ലാത്തിലുപരി 1000 രൂപയുടെ മേക്കപ്പിന് 20,000 രൂപയുടെ മേക്കപ്പിന്റെ ക്വാളിറ്റി തരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ട്വൈസ്, ചൂസ് ദം.